ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ ഫാക്ടറിയിലോട്ടൊക്കെ ഒന്ന് പോകണം കേട്ടോ. ഫാക്ടറിയിൽ ഇപ്പോൾ പണി നടക്കുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കണം പണി നടക്കുന്നുണ്ടോയെന്നൊക്കെ. നമ്മൾ ഇപ്പോൾ എന്തായാലും ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവരൊക്കെ പണി എടുക്കുന്നുണ്ടോയെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ പണി നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടെ ഇപ്പോൾ പണിയൊക്കെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. സോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതെൻ്റെ ഒരു വർക്കറാണ് റോബ്. എടാ റോബ്, ഇപ്പോൾ പണിയൊന്നും നടക്കുന്നില്ലേ? സോറി, പണി നടക്കാൻ മാത്രം കച്ചവടം അങ്ങോട്ട് നേരെ ഇങ്ങോട്ട് പോണില്ല. അതെന്താ? ഇന്ന് പിന്നെ മൺഡേ അല്ലേ, അതുകൊണ്ട് നേരെ കച്ചവടമൊന്നുമില്ല. സൺഡേ ആയിരുന്നെങ്കിൽ ഇന്നലെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. ഇന്നലെ സൺഡേ ആയിരുന്നില്ലേ. ഗൈസ്, നമുക്ക് ഞായറാഴ്ച മാത്രം കേട്ടോ നല്ല കച്ചവടം ഉണ്ടാകുക. എടാ, അന്നൊരു കാര്യം ചെയ്യും, നീ പൊക്കോ. അല്ല സാർ, അപ്പോൾ പണി എടാ നമുക്കിനിയില്ലേ ഈ കമ്പനി ഞായറാഴ്ച മാത്രം തുറന്നാൽ മതി. കമ്പനി ഞായറാഴ്ച മാത്രം തുറക്കേ. എന്നാൽ ശരി അണ്ണാ, ഞാൻ പോട്ടെ. ഓക്കെ ഗൈസ്, നമ്മളിപ്പം എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇവിടെ ഒന്ന് ചില്ല് ചെയ്തിരിക്കാം ഗൈസ്. നല്ല സുഖമൊക്കെ ഉണ്ട്, നല്ല കാറ്റൊക്കെ ഉണ്ട്. ഡാജാക്കേ, ആരാ? ഞാനാ ഫ്രാങ്ക്ലിൻ. ഞാൻ മൈക്കിൾ. നിങ്ങൾ ലോസ് ആൻഡോസിലെ ആൾക്കാരല്ലേ? നീയേ ഒരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? ഞങ്ങൾ പറയുന്നത് ചെയ്യോ നീ? താനാദ്യ കാര്യം പറയടോ. നിന്റെ വീടില്ലേ, നീ അവിടെ നിന്ന് ഒഴിഞ്ഞേരണം. എന്തിന്? നിന്റെ വീടിരിക്കുന്നത് ഒരു ഇല്ലീഗൽ സ്ഥലത്തുനിന്നാ. നിങ്ങളെ പോലീസുകാർ വിട്ടതല്ലേ? എന്താ പോലീസുകാരെന്നെ വിട്ടത്? പോലീസുകാരുടെ അടുത്ത് പോവാൻ പറ. നിങ്ങളും പോയിക്കോ മക്കളെ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ജാക്ക് ആരാന്ന് നിങ്ങൾക്കൊന്നും അറിയില്ല. നീ ആരാന്ന് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലടാ. നീ മര്യാദക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞ ഞാൻ വെള്ളത്തിൽ മുക്കി കൊല്ലുമെന്ന് പറയാ കൊല്ലും. എന്നാ കൊല്ലടാ. അയ്യോ, എന്താണ് നീ കാണിക്കുന്നത്? ജാക്കാരെന്ന് നിങ്ങൾക്കൊന്നും അറിയില്ലടാ പൊട്ടന്മാരെ. ഇല്ല പിന്നെ കേസ് അവന്മാർ നമ്മൾ തമാശ പറഞ്ഞാന്ന് വിചാരിച്ചു. നമ്മളങ്ങോട്ട് മുക്കി കൊന്നിട്ടുണ്ട്. ഇനി അവിടെ കുറച്ച് നേരം കിടക്കട്ടെ. ചത്തോന്നൊന്നും അറിയില്ല ഗൈസ്. നമുക്കെന്തായാലും വേഗം പോവാം. നമ്മളിനി ഇവിടെ നിന്നാൽ അത് വലിയൊരു കേസാവും, പെരിയ കേസ്. ഗൈസ്, നമുക്കെന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് പോവാം. ഇവിടെ നിന്നാൽ ശരിയാവില്ല ഗൈസ്. വീട്ടിലേക്ക് പോവാം ഗൈസ്. നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരമായി വീട്ടിലെത്തിയിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യട്ടോ ഗൈസ്. ഈ ഒരു ഡ്രസ്സൊന്നും വേണ്ട ഗൈസ്. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കള്ളി ഷർട്ട് ഇട്ടിട്ടുണ്ട്. ജാക്കേ, അവൻ വിളിക്കണ്ട ഫെലിക്സ്. എന്താ ചക്കാ? എടാ, നിന്നെ കാണാൻ ആരാ വന്നിരിക്കണെന്ന് നോക്ക്. നീ എവിടെടാ? ഇവിടെ ഒന്നുമില്ല, ഞാൻ താഴെ ഉണ്ട്. ഇങ്ങോട്ട് വായോ, ഞാൻ പറഞ്ഞുതരാം. എന്താ നിന്നെ കാണാൻ പുറത്ത് വന്നിരിക്കണം. ആരാ നോക്ക്. ആരാ ഗൈസ്? നമുക്ക് നോക്കാം. ഫ്രാങ്ക്ലിൻ, നീയാണോ? ആടെ ചാക്ക, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ആടാ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എങ്ങോട്ടേലൊക്കെ ഒന്ന് പോയാലോ? ഞാൻ ഇപ്പോൾ പോയിട്ട് വന്നിട്ടുള്ളൂ പുറത്തൊക്കെ. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാൽ അവിടെ തന്നെ ഇരിക്കാം. കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേഗം പോവാം. എന്നാൽ ബൈക്ക് എടുത്തോ. ബൈക്ക് വരാം. ബൈക്ക് മതി. എന്തായാലും ബൈക്ക് എടുത്ത് പോവാം. നമുക്ക് എങ്ങോട്ടാ പോവാ? ഞാൻ നിനക്ക് ജംഗിൾ കാണിച്ചു തരാം. ഇവിടെ വലിയ സിംഹമൊക്കെ ഉണ്ട്. പിന്നെ പോരാത്തതിനൊരു ഹോണ്ടഡ് ഹൗസൊക്കെ ഉണ്ട്. ഒരു കത്തിയ പോലത്തെ ഒരു വീട്. എന്നാ അത് പൊളിയാലോ. എന്നാ ഒന്ന് കാണിച്ചാടാ. അതിന് തന്നെയാടാ നമ്മൾ വരുന്നത്. കണ്ടോ, ഇതാണ് വീട്. കുഴപ്പമില്ലല്ലോ, ഇത് കത്തിയ പോലത്തെ ഉണ്ട്. എടോ ജാക്ക്, സിംഹം. അതാ പറഞ്ഞേ. ഒരു മിനിറ്റ് ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. എന്തോ അവിടെ ഒരു കളറ് കാണുന്നത്. ഗൈസ്, ലംബോർഗിനിയോ? സീന് വണ്ടി ഗൈസ്. നോക്കി എന്തൊരു ഭംഗിയാണ്. ഇത് വേറൊരു ലംബോർഗിനി അല്ലേ ഗൈസ്, ഗോൾഡൻ ലംബോർഗിനോ. ഫ്രാങ്ക്ലിനെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എടാ ഒന്ന് പറയാലോ ജാക്ക്, അടിപൊളി ഗൈസ്. ഇവിടെ നിന്ന് എന്തൊക്കെ കുണുകുണു കേൾക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം എന്താ പറയുന്നതെന്ന്. എടാ, ഞങ്ങൾ തരത്തില്ല. ആരാടാ അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാടാ. നിങ്ങളൊക്കെ ഞങ്ങൾ കണ്ടില്ല എന്ന് വിചാരിക്കണ്ട. ഇങ്ങോട്ട് ഇറങ്ങി വാടാ ആരാണെങ്കിലും. ഗൈസ്, നമ്മളെ കണ്ടു നൈസിൽ. നീ ആരടാ? ജാക്കേ. എന്താ ഈ തൊപ്പിക്കാരനായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? താഴെ കിടക്കുന്ന ഗോൾഡൻ ലംബോർഗിനി ഇല്ലേ, ഇവന്മാരെ അത് അടിച്ചു മാറ്റിയതാ. അടിച്ചു മാറ്റിയതോ? ഞങ്ങളത് പൈസ കൊടുത്ത് വാങ്ങിയതാ. നിങ്ങളേതാടോ? അല്ല, ഇത് ഞങ്ങളുടെ ഷോറൂമത്തെ വണ്ടിയാണ്. അത് കാണാതായപ്പോൾ മുതൽ ഞങ്ങൾ ഇവിടെയൊക്കെ തിരഞ്ഞു. അപ്പോൾ ഇവരെ വീട്ടിൽ ഇവിടെയാണ് ഞങ്ങൾ കണ്ടെത്തിയത്. അത് ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചതാ. നീ ആര് ചോദിച്ചാലും തരില്ല. വെടി വെച്ച് കൊല്ലും നിന്നെ. കൊല്ലുവടോ നീ എന്നെ. അയ്യോ എന്താ ഗുണ്ടുമണി, പേടിച്ചു പോയോ? നീ ഇപ്പം എന്താ ചെയ്തത്? അണ്ണനെയാണോ തീർത്ത്? അല്ലടാ, ഞാൻ നിന്റെ അച്ഛനെ തീർത്ത്. അടിച്ച് കൊല്ല് ഫ്രാങ്ക്ലിനെ. ഞാൻ പിന്നെ ഇവിടെ എന്താ ബിരിയാണി തിന്നുകൊണ്ടിരിക്കേ.
നേരെ അടിക്കാതെ. നിങ്ങളെന്തായാലും നിങ്ങളുടെ വണ്ടി എടുത്ത് പോയിക്കോട്ടോ. താങ്ക് യു ഫ്രാങ്ക്ലിൻ, നിനക്ക് ഇതിൻ്റെ പൈസ ഞാനേ ഗൂഗിൾ പേ ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അല്ലടാ ജാക്കെ, അവരെന്താ പറഞ്ഞത് ഒരു പൈസേൻ്റെ കാര്യമൊക്കെ? അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ അവരെ സഹായിച്ചില്ലേ? സഹായിച്ചു. അപ്പം അതിന് പകരം പൈസ തരാമെന്നാണ് ഉദ്ദേശിച്ചത്. അവർ 2 ലക്ഷമൊക്കെ കിട്ടുന്നുണ്ടാവും. 2 ലക്ഷമൊക്കെ കിട്ടൂലേ? ഒന്ന് നിനക്കും ഒന്ന് എനിക്കും. ഗുഡ് ഐഡിയ. അപ്പോൾ ഫെലിക്സിന് അവൻ എവിടെയെങ്കിലും പോയിരിക്കട്ടെ, അവന് ഓൾറെഡി കുറേ പൈസയുണ്ട്. അവന് പിന്നെ ആ താറ് എൻ്റെ അല്ല സത്യം പറഞ്ഞാൽ, അത് അവന് മേടിച്ചു കൊടുത്തതാണ്. പിന്നെ എന്തായാലും അവനതുണ്ടല്ലോ. അവനതുകൊണ്ട് ഇങ്ങോട്ട് പോയിക്കോളും. ഓക്കെ നമുക്ക് എന്തായാലും വേഗം പോവാം. വേഗം വീട്ടിലേക്ക് പോവാം. നീ ഇപ്പം എത്ര നേരം എവിടെയായിരുന്നു? ഞാൻ വില്ലേജിലായിരുന്നടാ. അപ്പം നീ വില്ലേജിലായിരുന്നല്ലോ ഫ്രാങ്ക്ലിനെ? ആടാ, ഞാൻ വില്ലേജിലായിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണാം. പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.